സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ട്സ് ഇതെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അല്ലേ. ചിലർക്ക് ഇതൊരു ബോറടിയുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിലും മറ്റു ചിലർക്ക് ഇത് കുറെ കൂടി ആശ്ചര്യം തോന്നിപ്പിക്കുന്ന രസകരമാകുന്ന കുറെ കാര്യങ്ങളാണ്. ചിലർക്ക് തോന്നും ഓ ഇതിങ്ങനെയൊക്കെ ആയിരുന്നു, വലിയ സംഭവം തന്നെ. ചിലർക്ക് ഇത് ഞാനാണല്ലോ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരിക്കും. എനിവേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് രസകരമായിട്ടുള്ള ആശ്ചര്യം തോന്നിപ്പിക്കുന്ന കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. അതുപോലെ തന്നെ നമ്മൾ ദിവസവും ദേഷ്യപ്പെടുന്നവരാണ് അല്ലേ. ഈ ദിവസം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 മിനിറ്റ് ദേഷ്യപ്പെട്ടു എന്നിരിക്കുന്നു. ഈ 1 മിനിറ്റ് ദേഷ്യപ്പെട്ടാൽ നമ്മുടെ ആരോഗ്യം ഉണ്ടല്ലോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടല്ലോ, ഇതിനെ 4 മണിക്കൂറേക്ക് ഈ ദേഷ്യം കൊണ്ട് ദുർബലപ്പെടുത്തുന്നതാണ് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ് സൈക്കോളജി പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും AC ഉള്ള മുറിയിലും അല്ലെങ്കിൽ ഫുൾ സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിട്ട് ഉറങ്ങുന്നവരാണ് അല്ലേ. നല്ല തണുപ്പ് പിടിച്ച റൂമിൽ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ തണുത്ത മുറിയിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുസ്വപ്നം കാണാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഇങ്ങനെ കിടന്ന് പുതച്ചു മൂടിയൊക്കെ ഉറങ്ങുമ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലോണം AC കൂട്ടിയിടുന്നവരും ഫാൻ്റെ സ്പീഡ് കൂട്ടിയിടുന്നവരും ഇത്തിരി സ്പീഡ് കുറച്ചേക്ക് നല്ല സ്വപ്നം കാണാമല്ലോ. ഒന്നുമില്ലെങ്കിലും ഇതൊന്നും ഞാൻ പറയുന്നതല്ല, സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ക്യാഷ് ചെലവഴിക്കുന്നവരാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ക്യാഷ് ചെലവഴിക്കുന്നുണ്ട്, അതിന് നമ്മൾ സന്തോഷം കണ്ടെത്താറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷം നമുക്ക് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സ്വന്തം കാര്യത്തിന് ക്യാഷ് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നതെന്നാണ് പറയുന്നത്. അവർ സന്തോഷം കാണുമ്പോൾ നമുക്ക് നല്ലോണം സന്തോഷം വരുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് കള്ളാണോ സത്യമാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ അയാളുടെ കണ്ണ് നോക്കിയാൽ മതി. കണ്ണ് മുകളിലേക്കോ അല്ലെങ്കിൽ വശങ്ങളിലേക്കോ നീങ്ങുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ നുണ പറയായിരിക്കും എന്നാണ് സൈക്കോളജിക്കലി പറയുന്നത് കേട്ടോ. അപ്പോൾ നുണ പറയുന്നവരെ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ്. സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, കണ്ണ് ശ്രദ്ധിച്ചോ കേട്ടോ. ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഇവിടെ വാ, ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലെ ചിന്തകൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഈ അടുത്തിടെ ചെയ്തിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളിലേക്കായിരിക്കും, അല്ലെങ്കിൽ മിസ്റ്റേക്കുകളായിരിക്കും, അല്ലെങ്കിൽ തെറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ചെയ്തോ ആ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ കൊണ്ട് ചോദിക്കുകയാണ് എടാ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുന്നത് ഇവിടെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകളായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. പിന്നെ ഈ പരാതിപ്പെട്ടികളായ കുറച്ച് പെൺകുട്ടികളുണ്ട് അല്ലേ. ബോയ്സിൻ്റെ അടുത്ത് എപ്പോഴും വന്ന് ഇങ്ങനെ പരാതി പറയുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കില്ലേ. ഓഫ്കോഴ്സ് അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ചില ബോയ്സിനൊന്നും ഇഷ്ടമുണ്ടായിരിക്കില്ല. എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കുമല്ലോ. പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കണം. അങ്ങനെ നിങ്ങളുടെ അടുത്ത് പരാതികളോ പരിഭവങ്ങളോ ഒക്കെ അവർ ഇഷ്ടം പോലെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇഷ്ടം കൂടുതലുകൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസം കൂടുതലുകൊണ്ടാണ് ബോയ്സിൻ്റെ അടുത്ത് ഗേൾസ് വന്നിട്ട് ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നതിന് മുന്നേ ഇതൊന്ന് ആലോചിക്കണേ. ഇഷ്ടം കൂടുതലുകൊണ്ടല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നേ. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു സൈക്കോളജിക്കൽ ഫാക്ട്സ് മതി ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളൊക്കെ ഇത്തരക്കാരാണോ, നിങ്ങളുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എപ്പോഴാണ്, ഏത് നിമിഷം എത്ര സെക്കൻഡ് എടുക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണോ മൈൻഡിലേക്ക് ആദ്യം വരുന്നതെന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.